വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനം അന്തിമമാക്കാൻ UDF ചേരുന്നതിൽ പ്രതിസന്ധി. മുന്നണി യോഗം ചേരുന്നതിനുള്ള തീയതിയും സമയവും ഇനിയും നിശ്ചയിച്ചിട്ടില്ല. 1-ാം തീയതി നിയമസഭയിൽ ധനബില്ല് പാസാക്കുമെന്നിരിക്കെ അതിനു മുൻപ് വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട UDF യോഗം ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി വിളിക്കാത്തതിൽ കക്ഷി നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. ധനബില്ല് മാറ്റം കൂടാതെ പാസാക്കുന്നതിന് കോൺഗ്രസിലും മുന്നണിയിലും സമവായത്തിന് നീക്കം നടത്തുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. വിവരങ്ങളുമായി മേഘന മുരളിയെ ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന, ഗുഡ് മോർണിംഗ്. മേഘന, ഇത്തരത്തിലൊരു സമവായ ശ്രമം പാർട്ടിക്കുള്ളിൽ നടക്കുന്നതുകൊണ്ടാണോ അദ്ദേഹം പ്രധാനപ്പെട്ട യോഗം വിളിക്കാത്തത്? മാത്രമല്ല, അദ്ദേഹം സഭയിൽ പറഞ്ഞതിൽ UDF ചേർന്ന തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ അമാന്തം? ഗുഡ് മോർണിംഗ് പ്രവിത ഗോകുൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി എന്ന തീരുമാനം ബജറ്റിൽ മുന്നണിയുമായോ അല്ലെങ്കിൽ മറ്റ് ഈ എക്സൈസ് വകുപ്പുമായോ തീരുമാനിക്കാതെ എടുത്തു എന്നുള്ള വിമർശനം മുന്നേ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന നിയമസഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ U-ടേൺ കാണുകയും ചെയ്യുന്നത്. അതിൽ പിന്നീട് മുന്നണിയുമായി ചർച്ച ചെയ്യാം, എന്നിട്ട് അന്തിമ തീരുമാനമെടുക്കുമെന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി അവസാനമായി പറഞ്ഞത്. പക്ഷേ ഇതുവരെ മുന്നണി യോഗം വിളിക്കാൻ അല്ലെങ്കിൽ എപ്പോഴാണ് മുന്നണി യോഗം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതിൽ മറ്റ് ഘടകകക്ഷികൾക്കടക്കം അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ VD സതീശൻ പ്രഥമ ബജറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു തീരുമാനം അതെങ്ങനെ U-ടേൺ അടിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നോക്കിക്കാണുന്നത്. കാരണം തീരുമാനത്തിലൊരു മാറ്റം വരുമോ VD സതീശന്റെ എന്നുള്ളതാണ് നോക്കിക്കാണുകയും ചെയ്യുന്നത്. അതിൽ VD സതീശന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് മറ്റു വകുപ്പുമായി ആലോചിക്കേണ്ടതില്ല, അതുപോലെ തന്നെ ഈ ഫയൽ നീക്കം അടക്കം വളരെ വേഗത്തിൽ നടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ബജറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ തന്നെയാണ് പല വിഷയങ്ങളുടെയും ഫയൽ നീങ്ങുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി VD സതീശൻ പറയുകയും ചെയ്തത്. എന്നാൽ ഘടകകക്ഷികളിൽ വലിയ അതൃപ്തിയുണ്ട്. കാരണം അത് ഇത്ര വലിയൊരു തീരുമാനം, മദ്യനയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തീരുമാനം മുന്നണികളുമായി ആലോചിക്കാതെ എടുത്തു എന്നുള്ള വലിയ അതൃപ്തിയുണ്ട്. അതിൽ പ്രതിപക്ഷം നേരത്തെ തന്നെ സമരരംഗത്തുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം മറികടന്നും ഈ ഒരു തീരുമാനം ഈ 1-ാം തീയതി ധനബില്ല് അവതരിപ്പിക്കാനിരിക്കെ എടുക്കാം. പക്ഷേ ഭരണപക്ഷത്ത് തന്നെ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. മുതിർന്ന നേതാവായിട്ടുള്ള VM സുധീരനടക്കം അതൃപ്തിയുമായി മുന്നോട്ട് വന്നു. അതിൽ 1-ാം തീയതി ധനബില്ല് അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു സംഭവം, അതായത് ഈ കുറഞ്ഞ നികുതി എന്നുള്ള കാര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് VM സുധീരനടക്കം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പ്രതികരിക്കുകയും ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി VD സതീശനും ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മുന്നണി യോഗം വിളിക്കുമെന്ന് പറയുമ്പോഴും ഈ 1-ാം തീയതിക്ക് മുന്നേ എപ്പോൾ മുന്നണി യോഗം വിളിക്കും, കൂടാതെ മുന്നണിയിൽ വിവിധ അഭിപ്രായങ്ങൾ വരും. കാരണം പലർക്കും ഇതിനോട് എതിർപ്പുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതെങ്ങനെയാണ് ഒരു സമവായത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങളടക്കം നോക്കിക്കാണേണ്ടതുണ്ട്. അതിൽ ഈ മുന്നണി യോഗം വിളിക്കാതെ തന്നെ ഈ മുന്നണികളെയും അതുപോലെ തന്നെ എതിർപ്പറിയിച്ച നേതാക്കളെയും ഒന്ന് സമവായത്തിലേക്ക് എത്തിക്കാനാണ് നിലവിൽ മുഖ്യമന്ത്രി VD സതീശൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. കാരണം പ്രഥമ ബജറ്റിൽ ഏറ്റവും വലിയൊരു പദ്ധതി എന്നുള്ള രീതിയിലാണ് കുറഞ്ഞ നികുതി എന്നുള്ള കാര്യം നടപ്പിലാക്കിയത്. ആ ഒരു സംഭവത്തിൽ നിന്ന് U-ടേൺ പോകുമോ, അല്ലെങ്കിൽ അത് എത്രത്തോളം VD സതീശന്റെ ഇമേജിന് കോട്ടം സംഭവിക്കുമെന്നുള്ള കാര്യം കൂടി ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും അതിൽ മുന്നണി യോഗം വിളിക്കാത്തതിൽ UDF ഘടകകക്ഷി നേതാക്കൾക്കാണ് നിലവിൽ അതൃപ്തിയുള്ളത്. ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. എന്ത് തീരുമാനമെടുക്കും VD സതീശൻ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ശരി മേഘ്ന, ഏതായാലും ഇനി ഈ ഒരു മാസം തേക്കുമ്പോൾ തന്നെ 2 വിഷയങ്ങളിൽ U-ടേൺ എടുത്തു UDF സർക്കാർ, അതായത് അളിയൻ നിയമനത്തിനും ലീഡർ നിയമനത്തിനും. അപ്പോൾ 2 കാര്യങ്ങളിൽ U-ടേൺ എടുത്താണ്. അപ്പോൾ ഇനി ഒരു U-ടേൺ കൂടി എടുക്കുക എന്നത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അത് വലിയ ക്ഷീണമാണ്. അക്കാര്യത്തിലേക്ക് ആ ഒരു നീക്കത്തിലേക്ക് VD സതീശൻ പോകില്ല. അപ്പോഴും VM സുധീരന്റെ കനത്ത പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധം പരസ്യമായി തന്നെ നിൽക്കുന്നു. അതിനെ ഇനി മുഖവിലേക്ക് എടുക്കുമോ നേതാക്കൾ എന്നതാണ് കണ്ടറിയുന്നത്. 2 കാര്യങ്ങൾ പോലെയല്ല, എന്നൽപ്പം ഗ്രാവിറ്റി കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.